മുനമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു തർക്കമുള്ളൂ. മുനമ്പത്തിനെ സംബന്ധിച്ച് മുനമ്പം വസ്തു വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ വിധിയെ ആശ്രയിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് മുനമ്പത്തെ ആൾക്കാരെ ഏത് രീതിയിൽ സംരക്ഷിക്കാമെന്നാണ് ഗവൺമെൻറ് ചോദിച്ചത്. അപ്പോൾ മുനമ്പത്തെ ആൾക്കാരുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കുമെന്ന് മാത്രമാണ് ശുപാർശ ചെയ്തേക്കണേ. മുനമ്പത്തെ കേസിൻ്റെ വിധിയെ ആശ്രയിച്ചിരിക്കും തീർച്ചയായിട്ടും ഇത്. അതായത് മുനമ്പം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വഖഫിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം എടുക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. അതൊരു ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള ട്രൈബ്യൂണലാണ്, കോഴിക്കോട്ടാണ് ട്രൈബ്യൂണൽ. അപ്പോൾ ആ പത്രത്തിൽ കണ്ട വാർത്ത എനിക്കറിയാവുള്ളൂ. ആ ട്രൈബ്യൂണലിൽ മുനമ്പം കേസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു 30-ാം തീയതി എങ്ങാണ്ട് എറണാകുളത്ത്. അപ്പോൾ മുഖ്യമായിട്ടുള്ള തർക്കം ആരൊക്കെ തമ്മിൽ എന്ന് ചോദിച്ചാൽ ഈ വഖഫ് ബോർഡ്, കേരള വഖഫ് ബോർഡും ഫറൂഖ് കോളേജും കൂടെയാണ് തർക്കം. ഫറൂഖ് കോളേജിന് കിട്ടിയ വസ്തു വഖഫ് ഭൂമിയാണെന്നാണ് കേരള വഖഫ് ബോർഡിൻ്റെ വിധി. അതിന് മുകളിൽ ഫറൂഖ് കോളേജ് കേസ് കൊടുത്തു, അപ്പീൽ കൊടുത്തു ട്രൈബ്യൂണലിൽ, വഖഫ് ട്രൈബ്യൂണലിൽ. ആ കേസുകളാണ് മുഖ്യമായിട്ടുള്ള കേസുകൾ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മുനമ്പത്തുകാർക്ക് ഇതിനെക്കുറിച്ച് അത്ര ഒരു ധാരണയില്ലായിരുന്നു. ഈ ഫറൂഖ് കോളേജും ഈ കേരള വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കത്തിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ കേസ് കൊടുത്തില്ല. പക്ഷേ പിൽക്കാലത്ത് ഓരോരുത്തർക്കിങ്ങനെ കേസുകൾ കൊടുത്തു. ഇപ്പോൾ പുതിയ കേസുകളും കൊടുത്തതായിട്ട് കേട്ടു, പത്രത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ പുതിയ പുതിയ കേസുകൾ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ആരെല്ലാം എന്ത് കേസ് കൊടുത്താലും ഒരേ ഒരു തർക്ക വിഷയമുള്ളൂ മുനമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം. അതായത് മുനമ്പം വസ്തു വഖഫ് ഭൂമിയാണോ, അതായത് ഈ സിദ്ദിഖ് സെട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത ആധാരമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആധാരം. അതിനെ അടിസ്ഥാനമാക്കിയാണ് വഖഫ് ക്ലെയിമും അതിൻ്റേതായിട്ടുള്ള തർക്കങ്ങളും എല്ലാം. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഫറൂഖ് കോളേജ് വസ്തുക്കൾ വിറ്റിട്ടുള്ളത്. അപ്പം സിദ്ദിഖ് സെട്ട് കൊടുത്ത ആധാരം വഖഫ് ആധാരമാണോ, ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആൻസറിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പം പണ്ട് വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി ഫൈനലായിരുന്നു. അതിൻ്റെ മുകളിൽ കോടതി പോകണമെങ്കിൽ വല്ല ടെക്നിക്കൽ അടിസ്ഥാനത്തിൽ മാത്രമേ ഹൈക്കോടതിയിലൊക്കെ പോകാനൊക്കെ വരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. പുതിയൊരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റിനനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി ഫൈനലല്ല, അതിന് മുകളിലേക്ക് ഹൈക്കോടതിയിലേക്ക് നേരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത ഏത് കേസിനെ SLP സുപ്രീം കോടതി കൊടുക്കാം, സുപ്രീം കോടതിക്ക് അനുവാദം കൊടുക്കാം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതൊക്കെ പറഞ്ഞാൽ ഈ വഖഫ് ഇഷ്യൂ പോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ 2 ലെവൽ ലിറ്റിഗേഷൻ വരും. വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി, അതിന് മുകളിൽ ഹൈക്കോടതി, അതിന് മുകളിൽ സുപ്രീം കോടതി വരെ വരും. എന്നാലേ ഇത് അന്തിമമായിട്ട് തീരുള്ളൂ. കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കോടതി വിധികൾ കമ്മീഷന് പ്രശ്നമല്ല. കോടതി വിധികളെ നിയമാനുസൃതമായിട്ടുള്ള കോടതി വിധികൾക്കെതിരായിട്ട് കമ്മീഷനൊന്നും പറയാനൊക്കത്തില്ല. കമ്മീഷൻ റിപ്പോർട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുമില്ല. പക്ഷേ ഈ കോടതി വിധി, അന്തിമമായിട്ടുള്ള വിധി എന്താകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണോ വേണ്ടോ എന്നുള്ളത്. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് കമ്മീഷൻ റിപ്പോർട്ട് നോക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കോടതി വിധികൾ ഏതെങ്കിലും രീതിയിൽ നാട്ടുകാരെ ബാധിക്കുകയാണ്, അവരവിടുന്ന് പുറത്താക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെൻറ് കമ്മീഷൻ റിപ്പോർട്ട് നോക്കും. ആ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാനൊക്കെ ഒന്ന് ഗവൺമെൻറ് നോക്കും. തീരുമാനമല്ല അന്തിമമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള ഒരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ടിലേ നമ്മൾ അന്ന് കൊടുത്ത ശുപാർശയിലേ ഇവർക്ക് വളരെ നീതിയുക്തമായിട്ട് ഇവരുടെ കാര്യം നോക്കണം എന്നല്ലേ സാർ കൊടുത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞേക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഏതെങ്കിലും സാഹചര്യത്തിൽ അത് വഖഫ് ഭൂമിയായിട്ട് കോടതികൾ സ്ഥിരീകരിച്ച് ജനങ്ങളെ അവിടുന്ന് പുറത്താക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ആ ജനങ്ങളെ അവിടെ നിലനിർത്താനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കണേ. അതിപ്പോൾ ഗവൺമെൻറ് റിപ്പോർട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. 1, 2 അതിന് സമയമായിട്ടില്ല. കാര്യം കോടതി വിധികളെ ഗവൺമെൻറ് മറികടക്കാൻ ഒക്കെയില്ല. കാര്യം അടിസ്ഥാനപരമായിട്ട് ഏത് കേസും നിയമാനുസൃതമായിട്ട് കോടതി വിധിക്ക് അനുസൃതമായിരിക്കും. അപ്പോൾ ട്രൈബ്യൂണൽ വിധിച്ചാൽ അതിന് മുകളിൽ അപ്പീൽ പോവും. അപ്പീൽ വിധി കഴിഞ്ഞാൽ ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി പോവും. അങ്ങനെ അന്തിമമായ വിധി എന്നാണെന്ന് നോക്കിയിട്ട് വേണം ഗവൺമെൻറ് ഇതിനൊരു ജനങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങണോ, അതിൻ്റെ ആവശ്യമുണ്ടോ. അങ്ങനെ ഗവൺമെൻറ് ജനങ്ങൾ പ്രശ്നത്തിലായെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തർക്കം തീർന്നു കഴിഞ്ഞ് മാത്രം മതി ഗവൺമെൻറ് അതിനെക്കുറിച്ച് ആലോചിക്കാൻ. എന്നിട്ട് അന്നേരം മാത്രമേ കമ്മീഷൻ റിപ്പോർട്ടിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. അല്ല, എത്ര പുതിയ പുതിയ കേസുകൾ കൊടുത്താലും ഇഷ്യൂ ഒന്നായിട്ട് നിൽക്കുകയാണ്. എത്ര പുതിയ കേസ് വഖഫ് ട്രൈബ്യൂണലിൽ കൊടുത്താലും ഈ വസ്തു വഖഫാണോ, ഈ സിദ്ദിഖ് സേട്ടിൻ്റെ വഖഫ് ആധാരമാണോ എന്നുള്ളത് അവർ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ. അത് ട്രൈബ്യൂണൽ തീരുമാനിക്കും. അതിനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. അതനുസരിച്ച് അതിന് മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീലുമുണ്ട്.